അമ്മാ എന്താ പരിപാടി? മുരിങ്ങ ഒടിച്ചിട്ട് നമുക്കിതിൽ പരിപ്പിട്ട് വെക്കാൻ വന്നിട്ടേ എന്നെ ഊരിക്കൊണ്ടിരിക്കുന്നു. അമ്മ എന്താ ഈ മുരിങ്ങ പരിപ്പിന്റെ പരിപാടി? പരിപ്പ് അതാ അമ്മ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയിട്ടുണ്ട്. ഇതിൽ കുരുമുളകും ജീരകവും അതിൽ കൂട്ടി അരക്കിട്ടുണ്ട്. തേങ്ങ എന്നാ അരച്ചോളമ്മ. പൊടിയല്ല, കുരുമുളകും ജീരകവും ഒക്കെ അതാ അങ്ങനെയാണ് എടുത്ത് അരക്കിനല്ലേ. അപ്പോഴാണ് നല്ലൊരു മണം വരിക അല്ലേ? കിട്ടുള്ളൂ. അങ്ങനെ മുരിങ്ങയും പരിപ്പിനുള്ള പരിപ്പൊക്കെ അമ്മ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനിതാ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പ് അല്ലേ? മല്ലിപ്പൊടി ഇടില്ല. മുരിങ്ങയും പരിപ്പും വെക്കുമ്പോ അമ്മ മല്ലിപ്പൊടി ഇടാറില്ല. മല്ലിപ്പൊടി ഇടാറില്ല അല്ലേ? അപ്പൊ ഇട്ട് കൊടുത്തോളേ അമ്മ. ഇതാ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് തിളയ്ക്കുമ്പോ നമ്മള് മുരിങ്ങ ഇടണം. മുരിങ്ങ ഒന്ന് തിളച്ച ശേഷം തേങ്ങ കലക്കി ഒഴിക്കും. അത്രേ ഉള്ളൂ അല്ലേ? അങ്ങനെ അമ്മ അതാ മുരിങ്ങ ഇട്ട് കൊടുക്കണം. മുരിങ്ങ അല്ലേ? ഉപ്പും മുളകൊക്കെ ഒന്ന് സെറ്റായി തിളച്ച് വന്നപ്പോ ദാ മുരിങ്ങ ഇടണം. അങ്ങനെ മുരിങ്ങയൊക്കെ ഒരു വിധം വെന്തു. നല്ലോണം വെന്ത് അളിയാൻ പറ്റില്ല മുരിങ്ങ. അപ്പൊ അതാ അമ്മ അതിലേക്ക് തേങ്ങ കലക്കി നല്ലോണം കശക്കും. ഒരു പാകത്തിനെ മുരിങ്ങ വാങ്ങാൻ പറ്റുള്ളൂ. ഇതാ തേങ്ങ കലക്കി വെക്കും. തേങ്ങ ഇറക്കി വെച്ചു. തേങ്ങയിൽ വേറെ കുരുമുളകും ജീരകവും അത്ര തന്നെ അരച്ചിട്ടുള്ളൂ. അത്ര തന്നെ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് തിളച്ചാൽ നമുക്ക് താളിക്കാം. അങ്ങനെ മുരിങ്ങ കൂട്ടാനൊക്കെ അതാ വെന്ത് അമ്മ ഇറക്കി വെച്ച് ഇനി ഇതാ താളിക്കാൻ പോകണം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണോ? കടുകിട്ടു. അപ്പം ഇതിലമ്മ ഇത്തിരി വെളുത്തുള്ളി നല്ലോണം ചതച്ചിട്ടിട്ടുണ്ട്. വെളുത്തുള്ളി അല്ലേ? വെളുത്തുള്ളിയാണ് ഇതിന്റെ മെയിൻ മണം വരണമെങ്കിൽ നമ്മൾ വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിക്കണം അല്ലേ? ഇല്ല, നല്ലോണം ഒന്ന് ചോക്കനായിട്ട് അതിൽ കൊട്ടാൻ പറ്റുള്ളൂ അല്ലേ? അതിന്റെ ശരിക്കുള്ള മണം വരുള്ളൂ. അപ്പൊ അമ്മന്റെ സിമ്പിൾ ആയിട്ട് മുരിങ്ങയും പരിപ്പും കൂട്ടാൻ റെഡിയാണ്. എളുപ്പമായ കൂട്ടാനാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയാണ്. അപ്പൊ ഇത് അറിയാത്തവരില്ല. പക്ഷെ എന്റെ മക്കളും അമ്മ വെച്ച പോലെ ഒന്ന് വെച്ച് നോക്കി. രാവിലെ വെള്ളച്ചോറിനൊക്കെ കിട്ടിയ സൂപ്പർ ആയിരിക്കും. ഇന്ന് വെച്ചിട്ട് നാളെ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ വെള്ളച്ചോറിനോട് കഴിക്കാൻ സൂപ്പർ ആയിരിക്കും. അടിപൊളിയാണ്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.